ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും യൂണിവേഴ്സ് അറൗണ്ട് ഡേയ്സ് ട്രിപ്പിൾ വണ്ണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിശ്രീ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് പേഴ്സണലി എന്നെ ഒരുപാട് ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ഒരു സെൽഫ് ലവ് പ്രാക്ടീസിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു ന്യൂ ഇയർ ചലഞ്ച് പോലെ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഒരു പ്രാക്ടീസ് എങ്കിലും ഇന്ന് ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ടാണ് ഈ ഒരു പ്രാക്ടീസിനെ നോക്കിക്കാണുന്നത്. ചിലപ്പോൾ ഇത്രയും സിമ്പിൾ ഒരു കാര്യം ചെയ്തിട്ട് എന്ത് ചേഞ്ച് വരാനാണെന്ന് നമുക്ക് തന്നെ തോന്നാം. കാരണം ഡെയിലി നോട്ട്ബുക്കിൽ ഒരു 3 കാര്യങ്ങൾ എഴുതി വെച്ച് പോകുക എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രാക്ടീസിൽ. ഇതിനകത്ത് വലിയ വലിയ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളോ ലോ ഓഫ് അട്രാക്ഷൻ റൂൾസുകളോ ഒന്നും ഇതിലില്ല. പക്ഷേ പോകെ കുറച്ച് എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ തന്നെ ഒരു കാര്യം റിയലൈസ് ചെയ്തത്. ഞാനിപ്പം എന്നെക്കുറിച്ച് കുറച്ചും കൂടെ നന്നായി ചിന്തിക്കാനും അല്ലെങ്കിൽ എന്നോട് കുറച്ചുകൂടെ കമ്പാഷനൊക്കെ തോന്നാനും ഒക്കെ തുടങ്ങിയിരിക്കുന്നു. കാരണം എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടല്ലോ, അത് ബെറ്റർ ആകുന്നുണ്ട്. പലപ്പോഴും ഞാൻ തന്നെ റിയലൈസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഇവൻ്റ് അല്ല. അതൊരു ദിവസേന നമ്മൾ ചെറിയ ചെറിയ ഹാബിറ്റ്സിലൂടെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് പതിയെ ആഴത്തിൽ ഡെവലപ്പായി വരുന്നൊരു കാര്യമാണ്. സോ നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ വളരെ ഡീപ്പായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പ്രാക്ടീസാണിത്. 3 കാര്യങ്ങളാണ് ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഒരു പേര് തന്നെ 3 reasons I am proud of myself. അതായത് എനിക്ക് എന്നെക്കുറിച്ച് അഭിമാനം തോന്നുന്ന 3 കാര്യങ്ങൾ. നമ്മുടെ പോസിറ്റീവ് സൈക്കോളജിയിലാണെങ്കിലും ഈ സെൽഫ് കമ്പാഷൻ ജേർണലിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു റിഫ്ലക്ഷൻ എക്സസൈസ് ആണിത്. അപ്പോൾ ഒരു നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഒരു പേപ്പറായാലും മതി, ഒരു പേനയും മാത്രം മതി. അതുപോലെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ടൈം. അതല്ല നിങ്ങൾക്ക് ഇനി ആ ഒരു ടൈം പറ്റില്ല, അതുപോലെ ഡേ ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്വസ്ഥമായ സമയം ഉണ്ട് എങ്കിൽ ആ ടൈമും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ പേജ് ഓപ്പൺ ചെയ്യുക, അതിൽ 3 കാര്യങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ എഴുതി വെക്കുന്ന ആ ഒരു ദിവസത്തെ ഡേറ്റും കൂടെ എഴുതാം, അല്ലെങ്കിൽ ഡേ നമ്പർ 1 എന്നോ അങ്ങനെയൊക്കെ എഴുതി പോകുന്നത് കുറച്ചും കൂടെ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആദ്യം എഴുതേണ്ടത് ഇന്ന് ഞാൻ ചെയ്ത ഒരു നല്ല കാര്യം. അതായത് നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചെയ്ത ഒരു നല്ല കാര്യം. വലിയ അച്ചീവ്മെൻറ്റ്സുകളൊന്നും എഴുതണ്ട. ഇപ്പോൾ ഞാനിന്ന് എൻ്റെ ജോലി കൃത്യസമയത്ത് പൂർത്തിയാക്കി, ഞാനിന്ന് ധാരാളം വെള്ളം കുടിച്ചു, ഞാനിന്ന് എനിക്കായി കുറച്ച് സമയം കണ്ടെത്തി, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, അത് മതി. അതാണ് ആദ്യത്തിൽ എഴുതേണ്ടത്. രണ്ടാമത് ഇന്ന് ഞാൻ പഠിച്ച ഒരു കാര്യം. അതായത് നമ്മൾ ഓരോ ദിവസവും ജീവിതം ഓരോരോ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളത് വലുതായിട്ട് നോട്ടീസ് ചെയ്യാറില്ല, ചെറിയ കാര്യങ്ങളൊന്നും അത്ര ശ്രദ്ധ കൊടുക്കാറില്ല. ഒരു ലെസൺ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടാകാം, ഒരു റിയലൈസേഷൻ, എന്തെങ്കിലും ഒരു പുതിയ കാര്യം നമുക്ക് കിട്ടിയിട്ടുണ്ടാകാം, ആ ഒരു സ്കില്ലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൊക്കാബുലറിയോ ഒരു വേർഡിൻ്റെ മീനിങ്ങോ, അങ്ങനെ എന്തായാലും മതി. അപ്പം അത് എഴുതുക. പുതിയതായിട്ട് കിട്ടിയ ഒരു കാര്യം, ഒരറിവ്, അത് നമുക്ക് എഴുതി വയ്ക്കാം. ഇനി 3ാമത്തേത്, ഇന്ന് എനിക്ക് എന്നെക്കുറിച്ച് അഭിമാനം തോന്നിയ ഒരു കാര്യം. ഇതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. കാരണം പലരും ജീവിതത്തിൽ മുഴുവൻ അച്ചീവ്മെൻറ്റ്സുകളെ തേടി നടക്കുന്നവരാണ്, പക്ഷെ അവരവരെ സ്വയം അപ്രീഷിയേറ്റ് ചെയ്യാൻ മറന്നു പോകാറുണ്ട്. അപ്പം സ്വയം ഒന്ന് ചോദിക്കുക, ഇന്ന് എനിക്ക് എന്നെക്കുറിച്ച് അഭിമാനം തോന്നിയ കാര്യം എന്താണ്? ഒന്നിൽ കൂടുതലുണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു കാര്യമെങ്കിലും എഴുതി വയ്ക്കാൻ ഉണ്ടാകും. ചില ദിവസങ്ങളിൽ വലിയ വലിയ ഉത്തരങ്ങളുണ്ടാകും, പക്ഷെ ചില ദിവസങ്ങളിൽ എന്താണ്, ഞാൻ എന്നെ നഷ്ടപ്പെടുത്തിയില്ല എന്ന് മാത്രമായിരിക്കും നമുക്ക് എഴുതാനുണ്ടാകുന്നത്. പക്ഷെ അതും ഒരു അഭിമാനകരമായ കാര്യമാണ്, അത് എഴുതി വയ്ക്കുക. ഇനി ഇത് എഴുതിയാൽ എന്താണ് നടക്കുന്നത്? ഇവിടെയാണ് ഈ ഒരു പ്രാക്ടീസിൻ്റെ ബ്യൂട്ടി കേട്ടോ. അതായത് ഞാനിത് ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ കൂടെ ആദ്യം ചുമ്മാ അങ്ങ് എഴുതി തുടങ്ങിയതായിരുന്നു. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം എനിക്ക് അത്ര മാറ്റമൊന്നും തോന്നിയില്ല. ആ ഒരു സമയത്ത് എനിക്ക് സെൽഫ് ലവിന് പ്രത്യേക ജേണലോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഈ ഒരു പ്രാക്ടീസ് അങ്ങനെ ഡെയിലി എഴുതി പോകുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഇത് എഴുതുമ്പോൾ ഞാൻ എന്നോട് ചോദിച്ച, അല്ലെങ്കിൽ എന്നെ ചിന്തിപ്പിച്ച ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് എനിക്ക് എന്നെക്കുറിച്ച് അഭിമാനിക്കാൻ എന്തോ ഉണ്ട്, ഈ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് നമ്മളുടെ ലൈഫിലേക്ക് കൂടുതൽ അവെയർ ആകാനും, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലേക്ക് ഫോക്കസ്ഡ് ആകാനും ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യവും കൂടെ ഉണ്ട്. നമ്മൾ എല്ലാ ദിവസവും രാത്രി ഇത് എഴുതി വെക്കുമല്ലേ, അപ്പോൾ നാളെ എഴുതാൻ എന്തെങ്കിലും ഒരു കാര്യം വേണമല്ലോ എന്ന് നമ്മളുടെ മൈൻഡ് അറിയാതെ തന്നെ ചിന്തിച്ചു തുടങ്ങും.
അപ്പം നമ്മൾ അതിനുള്ള ആൻസറും തേടി തുടങ്ങും. നമ്മളുടെ മൈൻഡ് കോൺഷ്യസ് ആയിട്ടല്ലെങ്കിലും നമുക്കായിട്ട് ചെറിയ ചെറിയ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇന്ന് ചെയ്യാത്ത കാര്യങ്ങൾ നമുക്ക് നാളെ ചെയ്യാൻ തോന്നും, അത് നാളെ ചെയ്തു കഴിഞ്ഞാൽ അത് എഴുതി വെക്കാൻ തോന്നും. അങ്ങനെ ഒരു പോസിറ്റീവ് സൈക്കിൾ ക്രിയേറ്റ് ആകും. മാത്രമല്ല, ഒരു വലിയ ഹിഡൻ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ ദിവസവും നിങ്ങളുടെ നല്ല കാര്യങ്ങൾ ഇങ്ങനെ നോട്ടീസ് ചെയ്തല്ലേ ഉറങ്ങാൻ പോകുന്നത്. അപ്പോൾ പോകെ പോകെ മുമ്പ് നമ്മൾ സ്വയം ജഡ്ജ് ചെയ്തിരുന്ന കാര്യങ്ങളോ ക്രിട്ടിസൈസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ കുറച്ചും കൂടെ കൈൻഡായിട്ട് കാണാൻ തുടങ്ങും. നമ്മളുടെ ആ ഒരു സെൽഫ് ടോക്കിൻ്റെ ടോൺ മൊത്തത്തിലൊന്ന് മാറും. നമ്മളെ ഒരു സ്നേഹത്തോടെ സംസാരിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ നമ്മളുടെ നന്മകളെ കണ്ടെത്തി തുടങ്ങും. നമ്മളുടെ ഇന്നർ സെൽഫിനെ ഹാപ്പി ആക്കാൻ തുടങ്ങും. അപ്പോൾ ഇതാണ് ശരിക്കും സെൽഫ് ലവിലേക്കുള്ള ജേണിയിൽ ഉള്ളത്. അപ്പോൾ ഇന്ന് മുതൽ ഒരു ചെറിയൊരു ചലഞ്ച് പോലെ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. ഒരു 30 ദിവസത്തേക്ക് മതി. കാരണം ഡെയിലി നമുക്കൊരു 2 മിനിറ്റോളം സമയം മാത്രം മതി ഈ ഒരു ജേർണലിങ് എഴുതി വെക്കാൻ. ആ ഒരു ടൈം ഉറങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടൈം എടുത്ത് ഒന്ന് എഴുതി നോക്കുക. 3 കാര്യങ്ങൾ. നമ്മുടെ ഇന്ന് എൻ്റെ ലൈഫിലുണ്ടായ ഒരു നല്ല കാര്യം, അതുപോലെ ഇന്ന് ഞാൻ പഠിച്ച ഒരു പുതിയ കാര്യം, അതുപോലെ ഇന്ന് എനിക്ക് എന്നോട് അഭിമാനം തോന്നുന്ന ഒരു കാര്യം. ഒരു മാസം നിങ്ങൾ എഴുതി വെച്ചിട്ട് നിങ്ങൾ ഒരു മാസം കഴിഞ്ഞിട്ട് ആ ഡേ 1 മുതലുള്ള പേജ് ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് അപ്പം നമുക്ക് മനസ്സിലാകും നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ നമ്മൾ വളർന്നിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ ശക്തരാണ് നമ്മളെന്ന്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ വിചാരിച്ചതിലും സ്നേഹം നമുക്ക് നമ്മളോട് തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു കാര്യമല്ല സെൽഫ് ലവ്. ഓരോ ദിവസവും നമ്മളോട് കാണിക്കുന്ന ഒരു ആക്ട്സ് ഓഫ് കൈൻഡ്നെസ്സിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് സെൽഫ് ലവ് ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വരെ കാണുന്നവരേക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.